നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ADGP അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP. വ്യാജമൊഴി നൽകിയ പരാതിയിലാണ് DGPയുടെ ശുപാർശ. ADGP P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മൊഴി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കടുപ്പിച്ച് വനിതാ CPO ഉദ്യോഗസ്ഥർ. രക്തം കൊണ്ട് പോസ്റ്റർ എഴുതി പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 5 ദിവസം ബാക്കി. വിഖ്യാത സാഹിത്യകാരനും നോബൽ സമ്മാന ജേതാവുമായ മാരിയോ വർഗാസ് യോസ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. പെറുവിലെ ലിമയിലെ വസതിയിലായിരുന്നു അന്ത്യം. മക്കളാണ് മരണവിവരം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഗബ്രിയേൽ മാർക്വിസിന് ശേഷം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് യോസ. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം ഇന്നും തുടരും. വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം നടത്തുന്നത്. ടൗൺഷിപ്പ് നടപ്പിലാകുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ സംരക്ഷണം നൽകുക, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, കുടിയുറപ്പിക്കുന്ന തൊഴിലാളികൾക്ക് അഭയമൊരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി നിർദ്ദേശത്തിൽ വ്യക്തത ആവശ്യപ്പെടും. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ചിത്രീകരിക്കുന്നതിനും സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വം അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ദേവസ്വം അധികൃതരുടെ വിശദീകരണം. വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയുമായി ചോദ്യപേപ്പർ ചോർച്ച കേസ് പ്രതി MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്ന ഷുഹൈബ് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് 3 മാസത്തിനു ശേഷം യൂട്യൂബ് വീഡിയോയുമായി എത്തിയത്. വിദ്യാർത്ഥികൾക്ക് ഒപ്പം നിന്നതിന്റെ പേരിലാണ് താൻ ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് മുഹമ്മദ് ഷുഹൈബ് വിശദീകരിക്കുന്നു. PV അൻവറിനെ ഒപ്പം നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയിരിക്കും നിലമ്പൂരിൽ നടക്കുകയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അൻവർ UDFന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് ചർച്ച സമയം ആകുമ്പോൾ നടക്കുമെന്നും ചെന്നിത്തല. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് സർക്കാരിന് അലർജിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധാർഷ്ട്യം അവസാനിപ്പിച്ച് ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിൽ തന്നെയാണ് സർക്കാരെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ NIA ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായുള്ള റാണയുടെ ബന്ധം പരിശോധിക്കാൻ NIA. ദുബായിൽ എത്തിയ റാണ കണ്ട വ്യക്തിക്ക് D കമ്പനിയുമായി ബന്ധമുള്ളതായി സംശയം. ഇന്ത്യയിൽ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകളെ NIA നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് റാണ സഹകരിക്കുന്നില്ല. ഗുജറാത്ത് തീരത്ത് വൻ ലഹരി വേട്ട. കോസ്റ്റൽ ഗാർഡിന്റെ പരിശോധനയിൽ 300 കിലോ മെത്താഫെറ്റാമിൻ പിടികൂടി. 1800 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. അന്താരാഷ്ട്ര മാരിടൈം അതിർത്തിക്ക് സമീപമാണ് ലഹരി വേട്ട നടന്നത്. കടലിൽ നിന്ന് കണ്ടെടുത്ത ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി ATSന് കൈമാറിയതായി SCG പറഞ്ഞു. ഡൽഹിയിൽ മനുഷ്യക്കടത്ത് സംഘം പിടിയിൽ. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ഡൽഹി പോലീസ് പിടികൂടി. 4 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെയും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അഞ്ജലി, യാസ്മിൻ, ജിതേന്ദർ എന്നിവരാണ് പിടിയിലായ പ്രതികൾ. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ തട്ടിയെടുക്കുന്ന സംഘമാണ് അറസ്റ്റിലായത്. കുട്ടികളെ സമ്പന്ന കുടുംബങ്ങൾക്ക് വിൽക്കുകയാണ് പതിവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളിയായ വജ്ര വ്യാപാരി മെഹുൾ ചോക്സിയെ ബെൽജിയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. 13,500 കോടി രൂപയുടെ തട്ടിപ്പാണ് മെഹുൾ ചോക്സി നടത്തിയത്. ലോഹങ്ങളുടെയും കാന്തങ്ങളുടെയും കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ച് ബീജിംഗ്. US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്.
ചൈനീസ് സർക്കാർ പുതിയ നിയന്ത്രണ സംവിധാനം തയ്യാറാക്കുന്നത്. നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനിടയിൽ കാറുകൾ മുതൽ മിസൈലുകൾ വരെയുള്ള എല്ലാത്തിൻ്റെയും നിർമ്മാണത്തിന് അത്യാവശ്യമായ കാന്തങ്ങളുടെ കയറ്റുമതി പല ചൈനീസ് തുറമുഖങ്ങളിലും നിർത്തിവച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ച വ്യാപാര പ്രതിസന്ധികളെ മറികടന്നതോടെ കയറ്റുമതി പ്രതീക്ഷകളെ മറികടന്ന് 12.4% വളർച്ച കൈവരിച്ച് ചൈന. ബ്ലൂംബർഗ് സർവേയിൽ പ്രവചിച്ച 4.6% ഇരട്ടിയിലധികമാണിതെന്ന് ബീജിംഗിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു. എന്നാൽ ഇതേ കാലയളവിൽ ഇറക്കുമതി 4.3% കുറഞ്ഞു. ഗാസയിലെ ഏക ആശുപത്രി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തു. ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 നില കെട്ടിടത്തിലെ ICU, സർജറി, ഫാർമസി, ലബോറട്ടറിയും അടക്കമുള്ള സകല സൗകര്യങ്ങളും തകർന്നു. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നത്തിലെ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെ വനാതിർത്തിയിൽ വെച്ചായിരുന്നു സെബാസ്റ്റ്യനെ കാട്ടാന ആക്രമിച്ചത്. വയനാട്ടിൽ വിഷുദിനത്തിൽ നാടിനെ നടുക്കി കൊലപാതകം. കോണിച്ചിറ കേളമംഗലത്ത് ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോണിച്ചിറ കേളമംഗലം മാഞ്ചിറ നിഷയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജിൽസനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ മാള പൊയ്യ തരിശ് നഗറിൽ മദ്യപാനികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ സ്വദേശി വിവേകിനാണ് നെഞ്ചിലും തലയ്ക്കുമായി വെട്ടേറ്റത്. വിവേകിന്റെ അയൽവാസി ബിനീഷാണ് വെട്ടിയത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ പ്രകോപിതനായ ബിനീഷ് തന്റെ വീട്ടിൽ നിന്നും വാക്കത്തിയെടുത്ത് കൊണ്ടുവന്ന് വിവേകിനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ സുരേഷ് ബാബുവിന്റെ ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. സുരേഷ് ബാബുവും സത്യനാരായണനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഇത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് സ്വദേശിനി ശിവലയാണ് മരിച്ചത്. എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കർണാടകയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ബീഹാർ സ്വദേശി റിതേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. പ്രതി പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിയുതിർക്കുകയായിരുന്നെന്നാണ് പോലീസ് പറഞ്ഞു. UP അലിഗഡിൽ 3 വയസ്സുകാരൻ പേവിഷബാധയേറ്റു മരിച്ചു. നഗ്ല നാദലു സ്വദേശി അൻഷുവാണ് മരിച്ചത്. കടിയേറ്റ 45 ദിവസത്തിന് ശേഷമാണ് മരണം. കുട്ടിയെ കടിച്ച നായ മറ്റ് 10 കുട്ടികളെ കൂടിയും ആക്രമിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം ഗ്രാമത്തിലെത്തി അന്വേഷണം ആരംഭിച്ചു. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ വസ്തു ഇടപാടുകാരനും ബിസിനസ് പങ്കാളിയും അറസ്റ്റിൽ. ശിവേന്ദ്ര യാദവ്, സഹായ് ഗൗരവ് എന്നിവരാണ് പിടിയിലായത്. 5 ദിവസമായി കാണാതായ അഞ്ജലിയുടെ മൃതദേഹം ശനിയാഴ്ച നദിക്ക് സമീപം വികൃതമായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊല്ലം ചാത്തിനാംകുളത്ത് കായലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സീന മൻസിലിൽ നിയാസറിന്റെ മകൻ അമീനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബൈപ്പാസിൽ മങ്ങാട് പാലത്തിന് സമീപത്തു നിന്നും യുവാവിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഞ്ചാലമൂട് പോലീസ് കേസെടുത്തു. ചിക്കൻ കറിക്ക് ചൂട് കുറവെന്ന പേരിൽ ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനം. തിരുവനന്തപുരം അമരവിളയിലാണ് സംഭവം. അമരവിളയിലെ പുഴയോരം ഹോട്ടൽ ഉടമയായ ദിലീപിനാണ് 7 സംഘത്തിന്റെ മർദ്ദനമേറ്റത്. ചിക്കൻ കറിക്ക് ചൂട് കുറഞ്ഞതിന് ഹോട്ടലിനുള്ളിൽ ഇരുന്ന സോഡ കുപ്പിയെടുത്ത് തലയിൽ അടിക്കുകയായിരുന്നു. ഹോട്ടലിലെ വനിതാ ജീവനക്കാരിയോടും പരാക്രമം കാണിച്ചെന്നും പരാതിയുണ്ട്. കൊല്ലം കുണ്ടറയിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ യാത്ര നടത്തി. PC വിഷ്ണുനാഥ് MLA നയിച്ച യാത്ര NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ യുവത്വത്തെ വിഴുങ്ങുന്ന രാസലഹരിക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു.
മലപ്പുറം വളാഞ്ചേരിയിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. ഇരുമ്പിളിയം സ്വദേശി സൈഫുദ്ദീന്റെ കോമാക്കി TN95 എന്ന മോഡൽ വാഹനമാണ് ചാർജിങ്ങിനിടെ കത്തി നശിച്ചത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ അഗ്നിബാധ ഒഴിവായി. ഇടുക്കി ബോഡിമെട്ടിൽ കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി ബിജുവിന്റെ മകൻ ഗൗതമാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും അപകടത്തിൽ പരിക്കേറ്റു. ഇടിച്ച ലോറി നിർത്താതെ പോയി. വിദ്യാർത്ഥികൾ പെട്രോൾ നിറയ്ക്കാനായി ബൈക്ക് പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന ലോറിയുടെ പുറകുവശം ബൈക്കിൽ തട്ടുകയായിരുന്നു. മലപ്പുറത്ത് വിഷുദിനത്തിൽ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. തിരുവാലി കോട്ടാല പാലത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്. മമ്പാട് സ്വദേശി പ്രഭാകരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. രാമപുരം സ്വദേശി കുമാറാണ് മരിച്ചത്. ബാലരാമപുരം ലയൺസ് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞയാൾ അറസ്റ്റിൽ. 7 കോട്ടില സ്വദേശി M രൂപേഷിനെയാണ് RPF അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിന് നേരെ രൂപേഷ് 3 തവണ കല്ലെറിയുകയായിരുന്നു. യാത്രക്കാരെ ഇറക്കിയ ശേഷം യാർഡിലേക്ക് മാറ്റുന്നതിനിടയിലായിരുന്നു കല്ലേറ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. RPF ഇൻസ്പെക്ടർ J വർഗീസ്, ഉദ്യോഗസ്ഥരായ മനോജ് കുമാർ, ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ട്രാക്കിൽ കയറി അടികൂടിയ 2 പേർക്കെതിരെ കൂടി RPF കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ വ്യാജമദ്യം പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തെ പ്രതി ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ എക്സൈസ് ഉദ്യോഗസ്ഥൻ നന്ദഗോപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാജമദ്യ കേസിൽ പ്രതിയായ പത്തിയൂർ സ്വദേശി ശശിയെ പിടികൂടിക്കൊണ്ടു പോകുന്നതിനിടയിലായിരുന്നു എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. കൊല്ലം നെടുമ്പനയിൽ 5-അംഗ കുടുംബത്തിനെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. നെടുമ്പന സ്വദേശികളായ മനീഷ് മാമച്ചൻ, സഹോദരൻ മജേഷ്, അക്ഷയ്, ആദർശ്, ഹരിലാൽ എന്നിവരുടെ അറസ്റ്റ് കണ്ണനല്ലൂർ പോലീസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 7-ന് പ്രതികൾ ആളുമാറി 5-അംഗ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. മലപ്പുറം അഴിഞ്ഞിലത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്ത 3 സംഘം പിടിയിൽ. കാരാട് സ്വദേശി അർഷാദ്, അഴിഞ്ഞിലം സ്വദേശി ബിജേഷ്, പരുത്തിപ്പാറ സ്വദേശി ഷമീർ എന്നിവരാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ സ്ഥാപനത്തിലെത്തിയ 3 സംഘം ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം ആര്യനാട്ടിൽ അയൽവാസിയെ ആക്രമിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. ഉടുമലയ്ക്കൽ സ്വദേശി വേണുവാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. പ്രതി മദ്യപിച്ച് അയൽവാസിയായ കരുണാകരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കരിങ്കല്ല് കഷ്ണം കൊണ്ട് കരുണാകരന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇടുക്കിയിൽ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വ്യാപാരി പിടിയിൽ. ഇടുക്കി രാജകുമാരിയിലെ വ്യാപാരിയായ KG പൗലോസിനെ ഉടുമ്പൻചോല പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 3-ാം ക്ലാസ്സുകാരനെയാണ് പ്രതി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കുടുംബ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രമേയം ചർച്ച ചെയ്യുന്ന പൈതലാട്ടം മെയ് 2-ാം വാരം തിയേറ്ററിലേക്ക്. SL മീഡിയയുടെയും ഐശ്വര്യ മൂവി മേക്കേഴ്സിന്റെയും ബാനറിൽ ശ്രീജിത്ത് ലാൽ പിറവം, അഡ്വക്കേറ്റ് M നവാസ് എന്നിവരാണ് നിർമ്മാണം. വിപിൻ N വേലായുധൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് പൈതലാട്ടം. ഈച്ചയും മനുഷ്യരുമായുള്ള അപൂർവ
ഈച്ചയും മനുഷ്യരുമായുള്ള അപൂർവമായ ഒരു ആത്മബന്ധത്തിന്റെ കഥയുമായി എത്തുന്ന 3D ത്രില്ലർ ലൗലി റിലീസ് തീയതി പുറത്ത്. മാത്യു തോമസ് നായകനായി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു ഈച്ചയാണ് നായികയായി എത്തുന്നത്. മെയ് 2-നാണ് ചിത്രം തിയേറ്ററിൽ എത്തുക. നവാഗതനായ ഫൈസൽ രചിച്ച് സംവിധാനം ചെയ്യുന്ന മേനെ പ്യാർ കിയ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ റിലീസായി. മന്ദാകിനി ചിത്രത്തിന് ശേഷം സ്പയർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിക്കുന്ന ചിത്രമാണ് മേനെ പ്യാർ കിയ. റൊമാൻറ്റിക് കോമഡി ത്രില്ലറായ ചിത്രത്തിൽ ഹൃദു ഹാറൂനാണ് നായകൻ. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ്. 12 റൺസിനാണ് മുംബൈയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 5 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് 19 ഓവറിൽ 193 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. റയാൻ റിക്ലത്തൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്നിവരുടെ ഇന്നിംഗ്സാണ് മുംബൈക്ക് മികച്ച അടിത്തറ പാകിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകുന്നേരം 7:30-ക്ക് ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അവസാന 3 കളികളും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ലക്നൗ ഇറങ്ങുന്നത്. തുടർച്ചയായ 5ാം ജയം മോഹിച്ചിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിനെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയതിന്റെ കരുത്തും ലക്നൌവിനുണ്ട്. കൊല്ലം തേവന്നൂരിൽ വയോധികയെ ആക്രമിച്ച് മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതിക്ക് 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കഠിനംകുളം സ്വദേശി ജ്യോതിഷി, മിന്നലൂർ സ്വദേശി അജീഷ് എന്നിവരെയാണ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നടന്നു പോകുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്ക് പറ്റിയ വയോധിക പിന്നീട് മരിക്കുകയായിരുന്നു. തൃശൂർ കയ്പമംഗലം സ്വദേശി ഷൈനിക്ക് വീട് നിർമ്മിച്ചു നൽകി ചിന്ത്രാപിന്നി ചിറയ്ക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചത്. AISF ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി K സലീം കുമാർ നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനംവകുപ്പ്. പ്രവർത്തനക്ഷമമല്ലാത്തതും ഭാഗികമായി പ്രവർത്തിച്ചു വരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകളുടെ തകരാറ് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മാങ്കുളത്ത് നടത്തിവരുന്നത്. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ആനയിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് വിദ്യാർത്ഥിനി പ്രതിഷേധം. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ റാലിയും പ്രതിഷേധ സംഘവും സംഘടിപ്പിച്ചു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അഫീഫ തഹ്നിയത്ത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നരിപ്പറമ്പിൽ വഖഫ് ബിൽ നീതി നിഷേധത്തിനെതിരെ സുന്നി യുവജന സംഘം തവനൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പ്രതിഷേധ സംഗമം നടത്തും. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സംഗമം ഉണ്ടാവുകയെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. കാസർഗോഡ് പീലിക്കോട് രായമംഗലം ക്ഷേത്രത്തിൽ വിലക്ക് ലംഘിച്ച് ഭക്തർ നാലമ്പലത്തിൽ പ്രവേശനത്തിനെതിരെ പരാതി നൽകി ക്ഷേത്ര ഭരണസമിതി. ഞായറാഴ്ച പുലർച്ചെ പീലിക്കോട് നിനവ് പുരുഷ സ്വയം സഹായ സംഘമാണ് വിലക്ക് ലംഘിച്ച് നാലമ്പല ദർശനം നടത്തിയത്. ആചാരലംഘനം നടത്തിയെന്നാണ് ചന്ദനം നൽകിയ പരാതിയിൽ പറയുന്നത്. നമ്പൂതിരി, വാര്യർ, മാരാർ സമുദായത്തിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത്. ഇത് മറികടന്നാണ് മറ്റ് സമുദായത്തിലുള്ളവർ അമ്പലത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തിയത്. തിരുവനന്തപുരം രാമേശ്വരം പടിയില്ലത്ത് ശ്രീകണ്ഠ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പെങ്കുനി ഉത്ര മഹോത്സവത്തിനോടനുബന്ധിച്ച് നീരാഞ്ജന സമർപ്പണവും ശനിദോഷ നിവാരണ പൂജയും നടന്നു. അരുവിപ്പുറം ക്ഷേത്ര മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ
പഴുക്കല്ലുകൾ കൊണ്ട് അലങ്കാരം തീർത്തു. ഭക്തർ ക്ഷേത്രത്തിന് കാഴ്ചവെച്ച 1000-ലധികം പഴക്കുലുകൾ കൊണ്ടാണ് അലങ്കാരം തീർത്തത്. ആലപ്പുഴ ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ മാർ ഇവാനിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. കൊടിയേറ്റ കർമ്മം ഫാദർ സ്റ്റീഫൻ വർഗീസ് നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തിരുവനന്തപുരം ജില്ലാ വാർഷികം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10-15 ദിവസത്തെ തീർത്ഥാടന ടൂറിസത്തിന് പോകുന്ന പലരും മടങ്ങിയെത്തുന്നത് പുതിയ മനസ്സുമായാണെന്നും ഇത് സമൂഹത്തിൽ വരുത്തുന്ന പ്രത്യാഘാതം ഗുരുതരമാണെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്രബോധവും ചരിത്രബോധവും വളർത്തി ഇന്നതിലെയും മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കുന്നതിന് പകരം സമൂഹത്തെ പിന്നോട്ട് നടത്തുകയാണ് ഇക്കൂട്ടരെന്നും മന്ത്രി ആരോപിച്ചു. ഇതിനെതിരായ ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ മാറ്റി തീർക്കാൻ പരിഷത്തിന് കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫെറോന സമിതിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മരുന്നല്ല മരണമാണ്, മയക്കം വിട്ടുണരാം നാടിനായി എന്ന സന്ദേശം ഉന്നയിച്ച് തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിയുടെ മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. ഫെറോന വികാരി റവറൽ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുമരനല്ലൂരിൽ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. പരിപാടിയിൽ പറക്കുളം NSS കോളേജ് അധ്യാപിക TN രശ്മി ലഹരി വിരുദ്ധ ബോധവത്കരണ ക്ലാസ് നയിച്ചു. ഇടുക്കി സേനാപതി പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കാലടി പഞ്ചായത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വിഷുക്കോടിയും വിഷു കൈനീട്ടവും നൽകി ആദരിച്ചു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു KG ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറിയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മച്ചാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം നടത്തിയതിന്റെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.